രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ കഴിയാൻ സഹായം നൽകുന്നത് കോൺഗ്രസ് ആണെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു 24-നോട്. കോൺഗ്രസ് സഹായമില്ലാതെ രാഹുലിന് എങ്ങനെ ഇത്രയും ദിവസം ഒളിവിൽ കഴിയാനാകും എന്നാണ് EN സുരേഷ് ബാബുവിന്റെ ചോദ്യം. കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ സഹായമില്ലാതെ രാഹുലിന് എങ്ങനെയാണ് ഇത്രയും ദിവസം ഒളിവിൽ, ഇന്നിപ്പോൾ 6 ദിവസം കഴിഞ്ഞല്ലോ, ഒളിവിൽ ഇരിക്കാൻ കഴിയുക? കേരളത്തിലെ രാഷ്ട്രീയത്തെ മലിനമാക്കുന്ന സംഭവവികാസങ്ങൾ പരസ്യമായി നടത്തിയിട്ടും അവരെയെല്ലാം അത്തരം തെമ്മാടിത്തരം ചെയ്ത രാഹുലിനെല്ലാം സംരക്ഷിക്കുന്ന ഒരു കൂട്ടം KPCCയുടെ നേതൃത്വം ഇന്ന് കേരളത്തിൽ പരസ്യമായി അയാളെ സംരക്ഷിക്കുന്നു. അതാണ് ഈ ഒളിവ് ജീവിതത്തിൽ നിന്ന് നമുക്കെല്ലാം മനസ്സിലാകുന്നത്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ മറ്റൊരു. നിഖിൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ 6 ദിവസമല്ല, ഇന്നിപ്പോൾ 8-ാം ദിവസമാണ് കേരളത്തിലെ ഒരു സാമാജിക MLA ഒളിവിൽ കഴിയുന്നത്. അപ്പോൾ അത്ര ഗുരുതരമായ ഇന്നലെ വീണ്ടും ഒരു കേസ് വരുന്നുണ്ട്. ആ കേസിൽ ആ പെൺകുട്ടിയുടെ രണ്ടാമത്തെ കേസിൽ ആ പെൺകുട്ടി മൊഴിയെടുക്കാൻ പോലീസ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗുരുതരമായ കേസുകൾ വരുമ്പോഴും രാഹുലിനെ പിടികൂടാൻ കഴിയാത്ത സത്യം പറഞ്ഞാൽ കേരള പോലീസിന് നാണക്കേടാണ്, അരിച്ചുപുറക്കി പരിശോധിച്ചിട്ടും. അപ്പോൾ അതിന് കോൺഗ്രസിന്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് ആ ഒളിവ് എന്ന നറേറ്റീവ് ആവുകയാണോ, അതോ പാലക്കാട് രാഷ്ട്രീയത്തിൽ പറയുന്നതാണോ സുരേഷ് ബാബു ആ വാദം? നിഖിൽ. ഗുഡ് മോർണിംഗ് ഹാഷ്മി ക്രിസ്റ്റീന. പാലക്കാട്ട് MLA കാണാനായിട്ട് 8-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിലൊക്കെ സജീവമാകേണ്ടുന്ന MLA പൊടുന്നനെ ഒരു ദിവസം അപ്രത്യക്ഷനാവുകയാണ്. അതിനുശേഷം ആ MLA കുറിച്ച് യാതൊരു വിവരവുമില്ല. സ്വാഭാവികമായിട്ടും രാഹുലിന് ഇത്തരത്തിലുള്ള ഒരു സഹായം കിട്ടിയിരിക്കാമെന്ന് എതിർ രാഷ്ട്രീയ കക്ഷികൾ പറയുന്നത് സ്വാഭാവികം മാത്രമാണ്. എന്തായാലും EN സുരേഷ് ബാബു അല്പം കടുപ്പിച്ചാണ് പറയുന്നത്. അതായത് രാഹുലിന് വലിയ രീതിയിലുള്ള പിന്തുണ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന വളരെ കൃത്യമായിട്ടുള്ള എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്നും ഇപ്പോൾ രാഹുലിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശോധനകൾ എല്ലായിടങ്ങളിലും നടക്കുന്നുണ്ട്. എന്തായാലും പാലക്കാട് കീഴടങ്ങിയേക്കുമെന്നുള്ള വിവരങ്ങളല്ല നമുക്ക് ലഭ്യമാകുന്നത്, മറ്റെവിടെയെങ്കിലും ആയിരിക്കും എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. എന്നിരിക്കെ പോലും SITയും അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചും ഒക്കെ രാഹുലിന് വേണ്ടിയിട്ട് പാലക്കാട് വലവിരിക്കുന്നുണ്ട്. രാഹുലിന്റെ ഓഫീസ് പരിസരമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 8 ദിവസമായി അവരുടെ MLA ഇല്ലാതായിട്ട്. എവിടെയാണ് ഉള്ളത് എന്നറിയില്ല, എന്താണ് ഈ കേസിൽ, എന്താണ് കേസിന്റെ മെറിറ്റ് എന്തെന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾക്ക് ഇപ്പോൾ ഈ നാട് വേദിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ക്വിക്ക് റെസ്പോൺസ് വളരെ പെട്ടെന്ന് ചോദിച്ചാൽ, നിങ്ങൾ MLA എവിടെയാണ്? MLA കുറിച്ച് ഒരു വിവരമില്ല. MLA കൂടെ പത്രത്തിലും മീഡിയയിലും കാണുന്നുണ്ട്, അയാളെ എവിടെ കാണാനില്ല എന്നുള്ളത്. അപ്പോൾ ഇതുവരെ MLA കുറിച്ച് ഒരു വിവരമില്ല. പ്രയാസമുണ്ടോ? എന്തിനു പ്രയാസപ്പെടുന്നത്? ഇതേപോലെയുള്ള നോൺസെൻസുകളെ എലക്ട് ചെയ്ത് അയച്ച ഞങ്ങളല്ലേ പറയണ്ടേ. വിഷമമുണ്ട്. വിഷമില്ലാതിരിക്കുക. ഒറ്റ വോട്ടർ അടുത്തേക്കും കൂടെ പോവാം. നിങ്ങളുടെ MLA കാണാനില്ല. MLA ഒളിവിലാണെന്നൊക്കെ പറഞ്ഞ കേൾക്കുന്നത്. നമ്മൾ സാധാരണ ഇപ്പോൾ പ്രചരണത്തിനും കാര്യത്തിനൊക്കെ ഫസ്റ്റ് മുൻകൂട്ടി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ ഷാഫിയൊക്കെ ഉണ്ടാകുമ്പോൾ മുന്നിൽ അവരായിരുന്നു. ഇപ്പോൾ ആ മൂപ്പിൻ്റെ ഒരു പൊടി പോലും ഇല്ല. എന്തുകൊണ്ടാണ് വരുന്നില്ല എന്നൊന്നും ഒരു പിടിയുമില്ല. പിടിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയണം കോഴി കാര്യങ്ങളൊക്കെ ആണെന്നുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഡെയിലി അതന്നെയാണ് ന്യൂസിൽ തുറന്നു കഴിഞ്ഞാൽ അതല്ലോ കാണുന്നത്. എല്ലാവർക്കും അതന്നെയാണ് കൂടുതൽ താല്പര്യം കാണാനൊക്കെ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള വലിയ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 8-ാം ദിവസവും അദ്ദേഹം പാലക്കാട്ട് എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം എവിടെയാണ്? ഇപ്പോൾ EN സുരേഷ് ബാബു പറഞ്ഞ പോലെ കോൺഗ്രസ് നേതാക്കളുടെ സഹായത്തിലാണോ അദ്ദേഹം എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഒരു ഭാഗത്ത് നിന്ന് ഉയരുന്നത്. ഹാഷ്മി കൃഷ്ണ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.